അപ്പോൾ അത് നമ്മൾ ഈ ഇൻക്വസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പ്രോസസ്സ് വരുമ്പോൾ ആക്ച്വലി ബോഡി ഡ്രസ്സൊക്കെ ഓഫ് ചെയ്തിട്ടൊക്കെ ആണ് ഇതിൻ്റെ ഇൻക്വസ്റ്റ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കേണ്ടി വരും. പിന്നെ അത് നമുക്കുണ്ടാക്കുന്നൊരു മരവിപ്പ് ഭയങ്കരമാണ്. ശരിക്കും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാലും നമുക്ക് ഈ സ്മെല്ല് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ എനിക്ക് പ്രശ്നമാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു, എന്നെ ട്രെയിനിങ് ഒക്കെ തന്ന പുള്ളിയായിരുന്നു. അപ്പം പുള്ളിയെടുക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇത് നിനക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ്. ഇതിപ്പോൾ അടുത്ത ബോഡി വരുമ്പോൾ നമ്മൾ ഇതൊക്കെ മറന്നോളും. അപ്പോൾ ആ ബോഡി വരുന്നിടം വരെയുള്ള സമയത്ത് നമ്മുടെ തലയ്ക്കകത്ത് ഇതൊക്കെ കാണും. അത്രയേ ഉള്ളൂ. അത് എല്ലാവർക്കും ഉള്ളതല്ല, നിനക്ക് മാത്രമുള്ള പ്രശ്നമല്ലല്ലോ. എന്ന് ഞാനിത് പറഞ്ഞ ഫസ്റ്റ് ഒരു കഥ ചെയ്തു. പിന്നെ ഞാൻ പോലീസുകാരെ വെച്ചിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം എന്ന് വെച്ചാൽ ഏറ്റവും പരിമിതമായ സിനിമാ സെറ്റ് പരിചയമല്ല, പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാതെ അത് പോയിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന കണക്കൊരു സ്ക്രിപ്റ്റ് എഴുതി വിനായകൻ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. അപ്പോൾ പുള്ളി പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 1 ലൈനും ഒരു 3 സീനും എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതി. അത് ഒരു ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോജക്റ്റ് ആകുന്ന മൊമെൻറ്റിൽ അത് ഡ്രോപ്പായി. അന്ന് ആ ഡയറക്ടർ പറഞ്ഞിട്ടാണ് ജോസഫ് എനിക്ക് കുറ്റാന്വേഷണം എഴുതാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ ഒരു കുറ്റാന്വേഷണം എഴുതാമോ എന്ന് ചോദിച്ചു. ആക്ച്വലി ഇത് മമ്മൂക്കയെ വെച്ചിട്ടാണ് പുള്ളി ചിന്തിക്കാൻ പറഞ്ഞത്. ഞാനപ്പോൾ അങ്ങനെയാണ് ജോസഫ് എഴുതുന്നത്. ഇപ്പോൾ അതിൻ്റെ രസമാണെങ്കിൽ നമ്മൾ ഇന്ന് ഇൻ്റർവ്യൂ എടുക്കുന്നു. അപ്പം അന്ന് തീരുമാനിച്ചത് ഒരു റിട്ടയർഡ് പോലീസുകാരൻ വന്നില്ല. മലയാളത്തിലെ എല്ലാ സിനിമകളിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ സർവീസിലിരിക്കുക അന്വേഷിക്കുന്നൊരു കേസാണ്. അപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് റിട്ടയർഡ് അയാളെ തീരുമാനിച്ചത്. അപ്പോൾ അത് ഫസ്റ്റ് സീൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ഇയാൾ ബ്രില്യൻ്റ് ആയിരിക്കണമെന്ന് തോന്നി. അപ്പോൾ അതിനുവേണ്ടി സെറ്റ് ചെയ്ത, അപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു ഐഡിയയാണ് ഞാൻ കണ്ട ഇരട്ടക്കൊലപാതകം. ഇന്നലെ ആ പ്രതിക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് പഴയടം. ഇന്നലത്തെ ന്യൂസാണ്, മനോരമയ്ക്കകത്തുണ്ട്. അപ്പോൾ ആ ഒരു ക്രൈം സീൻ വെച്ചിട്ട് അങ്ങനെ ചിന്തിച്ച് തുടങ്ങിയാണ് ജോസഫ്. ഞാൻ എഴുതിയിട്ടേ ഇല്ല. പിന്നെ തമാശക്ക് പറഞ്ഞാൽ ബെസലേസ് കോളേജിൽ ഞാൻ എഴുതിയ വലിയ വലിയ ലേഖനങ്ങൾ കാണും, അതൊന്നും എൻ്റെ അല്ല. അത് ഈ രാഷ്ട്രീയപരമായിട്ട് നമ്മളടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ പേരിലൊക്കെ വരുന്ന സുഹൃത്തുക്കളെടുത്ത് അങ്ങ് ഇടുന്നതാണത്. അല്ല, അന്നൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പോലീസിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അതായത് ഈ സബാറ്റിക്കൽ എടുത്തിട്ട് റൈറ്റിങ്ങിലോട്ട് പോകുന്നു, അതായത് ഇപ്പം ഇതിലാണല്ലോ, ലീവിലാണ്. രണ്ട് രീതിയിലുണ്ട്. ഇപ്പോൾ ജോസഫിൽ പൊതുജനത്തിന് അറിയാൻ മേലാത്ത ചില മെത്തേഡ്സ് ജോസഫി ഉപയോഗിച്ചത് കാരണം അപ്പോൾ സ്ക്വാഡ് എന്ന് പറഞ്ഞാൽ കേസ് അന്വേഷിക്കുന്ന സ്ക്വാഡുകാർ പറഞ്ഞു, നീ ഞങ്ങൾക്ക് പണിയൊപ്പിച്ച് തരുമല്ലേ, നാട്ടുകാരെ മൊത്തം അറിയിക്കുകയാണല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഫണ്ണായിട്ടാണ്. അതൊന്ന് പക്ഷേ നായായിട്ട് വന്നു കഴിഞ്ഞപ്പം ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് കിട്ടിയത്. കാരണം എന്നെ കേരളത്തിൽ പല സ്ഥലത്തു നിന്നായിട്ട് 10-20 പോലീസുകാർ വിളിച്ചിട്ടുണ്ട് സസ്പെൻഷനിൽ ഇരിക്കുന്ന. അപ്പോൾ അവർ പറയുകയാണ് ഫാമിലിയോടൊത്ത് ഇരുന്നപ്പോഴാണ് അവർക്ക് നമ്മളുടെ അവസ്ഥ മനസ്സിലായത്. അതിന് നന്ദി പറഞ്ഞു. അത് ഭയങ്കര ഒരു പ്ലസ്സായിട്ട് തോന്നി. പിന്നെ ഞാൻ വർക്ക് ചെയ്തത് എന്നോട് പരിചയമുള്ളതുമായ എൻ്റെ സൂപ്പർ ഓഫീസർ IPS ഉള്ള 1-2 പേര് വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഒരു ഇൻ്റർവ്യൂ പറഞ്ഞു ഷായി പോലീസിനെ കുറിച്ചുള്ള ഒരു ജനങ്ങളുടെ പെർസ്പെക്റ്റീവ് മാറ്റാൻ. കാരണം അതുവരെയുള്ള ഒരു പോലീസിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, എല്ലാവരും ഇങ്ങനെയാണ് പോലീസുകാരെ. അത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഈ ചിന്തയാണ്. അത് ശരിയോ തെറ്റോന്ന് എനിക്കറിയില്ല. ആക്ച്വലി നമ്മൾ ലോറൽ ആൻഡ് ഹാർഡി തൊട്ട് നമ്മൾ കാണുന്നതാണ്. ഒരു തടിയനായ പോലീസുകാരൻ, ഒരു മെലിഞ്ഞ പോലീസുകാരൻ, ഇത് ഫൺ ട്രാക്ക്. പിന്നീട് നമ്മൾ അടൂർ ബാസി, ബഹദൂർ അങ്ങനെയുള്ളതിലോട്ട് വന്നു. പിന്നെ താടി വെച്ച എല്ലാ സിനിമയിലും ഹരിശ്രീ അശ്വൻ സാറ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു നായകനുണ്ടാവും, അയാൾക്ക് എല്ലാ കഴിവും ഉണ്ടാവും. മറ്റത് മൊത്തം കോമഡി, അല്ലെങ്കിൽ മറ്റേ ഒറ്റുകാരൻ, ഇന്നേറ്റീവ്, ഇങ്ങനെയുള്ളൊരു സീനാണ് വന്നത്. ശരിക്കും മലയാളിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു 1970 അടിയന്തരാവസ്ഥക്കാലം വരെയൊക്കെ, അല്ലെങ്കിൽ ഒരു 90 വരെയൊക്കെ ഒരു പോലീസിനെ ഭയപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരിക്കാം. അല്ല, പോലീസിൻ്റെ പ്രവൃത്തികളുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരിക്കാം ഭയമുള്ള ജനതയുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുന്ന ജനതയ്ക്ക് പോലീസിനോട് ദേഷ്യവും പോലീസിനെ അല്ലെ മോശമായും ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയും മീഡിയയും കൂടെയാണ് ആക്ച്വലി പോലീസിനെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ മീഡിയ എന്ന് പറയുന്നത് പത്രവാർത്തയൊക്കെ അങ്ങനെ പോകും. പക്ഷേ കുറേ സിനിമകൾ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു സിനിമ കണ്ടത് പടത്തിൻ്റെ ഇടുക്കി ഗോൾഡ് ഒരു ഡ്യൂട്ടി ഞാൻ പറഞ്ഞില്ല, കേപ്പിലായിരിക്കുമ്പോൾ ഇങ്ങനെ പല ജില്ലകളിലൂടെ ഡ്യൂട്ടി ചെയ്ത് പോകേണ്ട സമയത്ത് അടുപ്പിച്ച് ഒരാഴ്ച ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ട സമയത്ത് തിരുവനന്തപുരത്ത് വെച്ചും കണ്ടു. എനിക്ക് ആ സിനിമ ഇഷ്ടമാണ്. കൊച്ചി വെച്ചും കണ്ടു, കണ്ണൂർ വെച്ചും കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്തൊരു സീനുണ്ട്. വിജയരാഘവൻ മറ്റേ കല്യാണം നിൽക്കുന്ന കാമുകിയെ വിളിച്ചിറക്കാൻ ചെല്ലുവാണ് തലേന്ന്. അപ്പോൾ വിളിച്ചിറക്കാൻ ചെല്ലുമ്പം ആ സ്ത്രീ ചോദിക്കുവാണ്, നാളെ കല്യാണം കഴിക്കാൻ വരുന്ന
പോലീസുകാരനോട് എന്ത് കിട്ടും? അപ്പോൾ വിജയരാഘവൻ്റെ ഡയലോഗാണ് പോലീസിനെ ചതിച്ചാൽ പുണ്യം കിട്ടും. ഇതിന് തിയേറ്ററിൽ മൊത്തം കൈയടിയായിരുന്നു. ഞാൻ പറയാം, ഇതാണ് പോലീസ് എന്നുള്ള ആംഗിലും. അപ്പം നമുക്ക് സിനിമ കൊണ്ട് ഞങ്ങൾ പോലീസ് ഇതല്ല, പോലീസുകാർക്ക് ഇന്നാണ് പ്രശ്നമുണ്ട്, എല്ലാവരും നല്ലയോ ചീത്തയൊന്നും അല്ല പറയുന്നത്. പോലീസിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരാണ്, വെളിയിലുള്ള എല്ലാ സ്വഭാവങ്ങളും പോലീസിനുണ്ട്. അങ്ങനെയൊന്ന് പറയണം എന്ന് തോന്നി, അത്രയോ. പോലീസ് കുറച്ചുകൂടെ നമുക്ക് പോലീസിനോട് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു. അതിലും ഷാഹി അതിന് വേണ്ടിയിട്ട് ഇല്ല, ഞാൻ റൈറ്റിംഗ് അങ്ങനൊന്നും അല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാണ്, ഞാൻ ടോവിനോടൊക്കെ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ടോവിനോയാണ് ഗപ്പിയുടെ സെറ്റ് വെച്ചിട്ട് ദിലീഷ് പോത്തനോട് പറയുന്നത് ഇന്നാണൊരു പോലീസുകാരനുണ്ട് എന്ന് പറഞ്ഞിട്ട് ടോവിനോയാണ് എൻ്റെ അടുക്ക നമ്പർ തന്നിട്ട് പോത്തനെ വിളിക്കുന്നത്. പക്ഷേ അപ്പം ഞാൻ ജോസഫിൻ്റെ അതാണ് പോത്തനോട് പറഞ്ഞത്. പക്ഷേ പോത്തേട്ടൻ പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഇങ്ങനത്തെ ഡാർക്ക് ഇച്ചിരി ഇതാണ്, നീ വേറെ എന്തെങ്കിലും ലൈറ്ററായിട്ടുള്ള പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞു വിട്ടു. പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു BTH വരാമെന്ന് ചോദിച്ചു. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നാണൊക്കെ ഒരു പടം ചെയ്യാൻ പോവാണ്, നീ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ വന്ന് കയറി എൻ്റെ അകത്ത് പോയിരുന്നത്. ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് അത് അങ്ങനെ അഭിനയിക്കാൻ ചെന്നതല്ല. അപ്പോൾ ഒരു റിഗ് വെച്ചിട്ട് CI പോകുന്നൊരു ഷോട്ടുണ്ട്, മറ്റേ ഫഹദ് ഓടിക്കഴിഞ്ഞിട്ട്. അപ്പം അവിടുത്തെ പോലീസുകാരായിരുന്നില്ല അന്നപ്പോൾ. പെട്ടെന്ന് കുറേ പേര് വിട്ടു. അപ്പം രാജീവേട്ടൻ പറഞ്ഞ് എനിക്ക് ഓരോരുത്തരും വേണ്ടി ഇവനെ പിടിച്ചിരുത്തിയാൽ മതി, കാരണം വണ്ടി റിഗ് വെച്ചിരിക്കും, ഇതെവിടെയെങ്കിലും കൊണ്ട് തട്ടാൻ പറ്റത്തില്ല, അതിൽ ഇവനെ എനിക്ക് വിശ്വാസം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ കയറി ഇരിക്കേണ്ടി, പിന്നെ അതിൻ്റെ പ്രോസസ്സിൽ 2-3 സീനിൽ കയറേണ്ടി വന്നല്ല, അതൊരു അഭിനയമായിട്ട് പിടിച്ചൊന്നുമല്ല. അത് ഭയങ്കര പണിയാണ്. ആഗ്രഹമൊക്കെ ഉണ്ട് എല്ലാവരെ കണക്കും, പക്ഷേ അത് ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അതൊരു ഫിലിം ആകുമ്പോൾ ഒരു ജേണിയിൽ അത് അല്ല, ഇത് ഞാൻ പറയട്ടെ, അവിടെ ഏറ്റവും മികച്ച ആൾക്കാരുടെ കൂടെയാണ്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. ഇപ്പോഴും ഇൻഡസ്ട്രിയിലുള്ളത് ഏറ്റവും മികച്ച രാജീവ് ഏട്ടൻ ക്യാമറ, ഇപ്പുറത്ത് ദിലീഷ് പോത്തേട്ടൻ, അപ്പുറത്ത് സജീവ് പാടൂറുണ്ട്, പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് ശ്യാമേട്ടനുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ആ സിനിമയുടെ ഇനിഷ്യൽ അല്ലെ ഫസ്റ്റ് പ്രീ പ്രൊഡക്ഷൻ്റെ ആ ഒരു മൊമെൻ്റ് തൊട്ട് ഞാൻ അതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ പറ്റുന്നത്, അല്ലെ കാര്യങ്ങൾ എന്താണ് വേണ്ടത് വേണ്ടാത്തത് എന്ന് വെക്കുന്നതൊക്കെ ഭയങ്കര രസകരമാണ്. പിന്നെ നമുക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയില്ലേ, ഒരു സീൻ അവിടെ ചർച്ച ചെയ്യുമ്പം നമ്മൾ മനസ്സിൽ ജഡ്ജ് ചെയ്യും ഇതിങ്ങനെ ആയിരിക്കും, പക്ഷേ നമ്മളവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ സന്തോഷം, അങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ നമ്മളുടെ ഐഡിയ ശരിയാണുള്ളത്. അങ്ങനെ അല്ലാന്ന് വരുമ്പോൾ പോത്തേനോട് ചോദിക്കും, പോത്തേട്ടാ എന്താണെന്ന് ചോദിക്കുമ്പോൾ എടാ ഞാൻ ഇന്നാണക്കാണ് കണ്ടത്, അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റിയാണ്, പെർഫെക്റ്റ്. അപ്പോൾ അങ്ങനെ കുറേ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ആളെൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെ ഭയങ്കരമായിട്ട് എന്താ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 1-2 കാര്യമെന്ന് വെച്ചാൽ, ഒരു പ്രീ പ്രൊഡക്ഷൻ സമയത്താണ് ഞങ്ങളൊരു പുള്ളിയുടെ ഒരു അസോസിയേറ്റ് ഉണ്ട്, രഞ്ജിത്തിൻ്റെ കല്യാണം. അപ്പോൾ തലേന്ന് ഞാൻ പോത്തേട്ടൻ്റെ കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ കോട്ടയം നിന്നായതുകൊണ്ട് പോത്തേട്ടൻ്റെ ഞാനും ടിൻസ് എന്ന് പറഞ്ഞ അസിസ്റ്റൻ്റ് ഡയറക്ടറും കൂടെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ തലേന്ന് ഒരുമിച്ച് താമസിക്കുന്നത്. രാത്രി ഇരുന്നപ്പം പോത്തേട്ടൻ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോത്തേട്ടൻ പോലീസ് പടം ചെയ്യുന്നു, അപ്പോൾ ഒരു പോലീസുകാരുടെ അടുത്ത് വേണമായിരിക്കും. ഓക്കെ, ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പോത്തേട്ടൻ പറഞ്ഞാൽ നീ പറഞ്ഞ കഥകളെല്ലാം നിൻ്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്താണ്, അല്ലാതെ സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടല്ല പറഞ്ഞതെന്നാണ്. അപ്പോൾ എനിക്കും തോന്നി ഇതായിരിക്കാം ഞാനും പിന്തുടരേണ്ട ഒരു പരിപാടി എന്നുള്ളൊരു തോന്നൽ വന്നു. പിന്നെ കുറേ കാര്യങ്ങൾ പോത്തൻ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് മനുഷ്യനാണ്. രാജീവേട്ടൻ്റെ ഒരു ഹ്യൂമറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഈ ഫഹദിനെ കൊണ്ടുപോകുന്ന വണ്ടി, അപ്പം അതിൻ്റെ അകത്ത് എക്സ്റേ എടുക്കാൻ കൊണ്ടുപോവുക. അപ്പോൾ ആ ഷോട്ട് എടുക്കണം. അപ്പോൾ ഞാൻ തലേന്ന് രാത്രിയൊക്കെ ഇതായിട്ട് മേളിൽ കിടന്ന് ഉറങ്ങും. അപ്പോൾ പെട്ടെന്ന് ടിൻസ് ഒന്ന് വിളിച്ചോട് രാജീവേട്ടൻ വിളിക്കുന്നതെന്ന് പറയും. ഞാൻ താഴെ ചെല്ലുമ്പോൾ എല്ലാവരും ഉണ്ട്, നമ്മുടെ അഭിനയിച്ച CA അടക്കം സകല പോലീസുകാരോടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ രാജീവേട്ടൻ പെട്ടെന്ന് ചോദിച്ചു, എടാ കള്ളനെ ഇവിടാണോ ഇരുത്തുന്നത് അപ്പുറത്താണോ ഇരുത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കി ഇത്രയും പോലീസുകാരെ ഇപ്പോൾ ഉണ്ട്, പിന്നെന്താണ് ഇതിൻ്റെ അത്ര കൺഫ്യൂഷൻ. അപ്പോൾ ഞാൻ പറയുന്ന പ്രശ്നമാവൂ. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് പോത്തട്ട ഈ ലെഫ്റ്റ് സൈഡിലാണ് ഇരുത്തുന്നതെന്ന്. അല്ല രാജീവേട്ട ഈ ലെഫ്റ്റ് സൈഡിൽ എന്ന് വെച്ചാൽ ഡ്രൈവറുടെ പുറയിലല്ല, ഇപ്പുറത്തെ സൈഡിലായിരുന്നു. അപ്പോൾ രാജീവേട്ടൻ ചോദിച്ച് അതെന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് പെട്ടെന്ന് ഇനി മറുപടി പറയണമല്ലോ. ഞാൻ പറഞ്ഞു ആ പുറകെ ഇരുന്ന് ചിലപ്പം ഡ്രൈവറെ കഴുത്തി പിടിച്ചാലോ. ഞാനിതാ പറഞ്ഞു വിളിക്കും. സത്യത്തിൽ ഞാൻ ആ സമയത്ത് അപ്പോൾ വന്ന്, കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത്രയും പേര് നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവാം എന്നൊരു ജഡ്ജുണ്ട്. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞ രാജീവേട്ടൻ എന്ന് പറയുന്നത് അല്ലെ പോത്തേട്ടൻ എന്നൊക്കെ പറയുന്നത് അവർ ഭയങ്കര കൃത്യമായ ക്ലാരിറ്റി ഉണ്ടല്ലേ അത്തരം പ്രോസസ്സുകൾ
ചെയ്യും. അപ്പോൾ നമ്മളും അതാണ് പഠിക്കുന്നത്. കാരണം ഒന്നിനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല എന്നുള്ളത്. ഷാഹിയുടെ ഫിലിംസിലാണെങ്കിൽ എല്ലാത്തിലും ഈ കുറേ പേര് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് ഇപ്പം നല്ലൊരു ഇത് കാര്യമാണ് ഈ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ഈ പ്രോപ്സ് യൂസ് ചെയ്യുന്നു, പോലീസ് അസോസിയേറ്റിലൊക്കെ വളരെ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് പോകുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ബോഡി ലാംഗ്വേജിൻ്റെ ഓരോ മാനറിസംസ് ഇതൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വൽ ലൈഫ് ഓഫീസേഴ്സ് പരിചയമുള്ള ആരെങ്കിലും വെച്ചിട്ടാണോ ആ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞില്ല, നമ്മളുടെ ഒരു കഥ ഇപ്പോൾ എലവിട പുഞ്ചിറയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്യാമ്പിലുള്ളൊരു പോലീസുകാരനാണ് റെഫറൻസ്. അയാളുടെ കോസ്റ്റ്യൂമും അയാളുടെ ഡ്രസ്സും അയാളുടെ രീതികളും എല്ലാം നമ്മൾ എടുക്കും. കാരണം വേറെ തരത്തില്ല. അപ്പം എല്ലാത്തിനും നമുക്ക് അങ്ങനെ ഒരു റെഫറൻസ് എടുക്കും. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോഴും ആണെങ്കിൽ പോലും എഴുത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടറിൻ്റെ സ്വഭാവഘടനയുള്ള ഒരാളെ പിക്ക് ചെയ്തിട്ട് അവരുടെ ശൈലിയാണ് പിടിക്കാറുള്ളത്.